ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അൺഒഫീഷ്യൽ സർവേ 2026 സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാലക്കാട് മണ്ഡലത്തെ പറ്റിയാണ്. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് AICCയുടെ നിർദ്ദേശപ്രകാരം രമേശ് പിഷാരടി ആയിരിക്കും മത്സരിക്കുന്നത്. രമേശ് പിഷാരടി അതിൽ സമ്മതം നൽകിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയ പുതിയ വിവരങ്ങളെല്ലാം കാണിക്കുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കെ മുരളീധരന്റെ പേരൊക്കെ ആയിരുന്നു അവിടെ നിറഞ്ഞു നിന്നിരുന്നത്. അതുപോലെ തന്നെ മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ എന്നിവരുടെ പേരുകളൊക്കെ വളരെ സജീവമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് രമേശ് പിഷാരടി തന്നെയാണ്. മിക്കവാറും രമേശ് പിഷാരടി ആയിരിക്കും പാലക്കാട് UDFന് വേണ്ടി മത്സരിക്കുന്നത്. നിലവിലുള്ള സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിനെ തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് സാധാരണയായി കോൺഗ്രസ് CPM BJP തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഇവിടെ വ്യക്തിയുടെ ഇമേജിനും പ്രാദേശിക പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ BJP സ്വാധീനം പാലക്കാട് BJPക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. അതിനാൽ തന്നെ കോൺഗ്രസ് അതീവ സൂക്ഷ്മമായ സാമൂഹികവും രാഷ്ട്രീയ സമവാക്യവും കണക്കിലെടുത്തായിരിക്കും സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഇമേജിന് വലിയൊരു മുഖം കൊണ്ടുവരിക എന്നത് കോൺഗ്രസ് ശരിക്കും നോക്കിയിട്ടുണ്ട്. ശാന്ത സ്വഭാവമായ ഒരു സ്ഥാനാർത്ഥിയാണ് പാർട്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനെല്ലാം രമേശ് പിഷാരടി മികച്ചൊരു ഉദാഹരണം തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം കോൺഗ്രസ് രമേശ് പിഷാരടിയുമായിട്ട് പാലക്കാട് ജില്ലയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ ചാൻസും ഉടലെടുത്തത്. വരും ദിവസങ്ങളിൽ BJPയുടെയും CPMന്റെയും ശക്തമായ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഈ ചാനലിൽ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.